13 വയസ്സുകാരൻ സാംസയുടെ കഥയാണ്. സാംസയുടെ അച്ഛൻ വിജയൻ ചെയ്യുന്ന കച്ചവടമെല്ലാം പൊട്ടും. സാംസയ്ക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. അമ്മ ആനിയുടെ പ്രതീക്ഷകൾ ഒന്നും നിറവേറും വിധമായിരുന്നില്ല ജീവിതം. വിജയൻ ഒടുവിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പലരോടും കടം വാങ്ങിക്കാനും തുടങ്ങി. പറ്റുകാശിന് സാധനം വാങ്ങുന്ന കടയിലും പലിശക്കാരോട് കടം വാങ്ങിക്കാനായിട്ടൊക്കെ സാംസയാണ് പറഞ്ഞേക്കുക. അതൊരു പ്രത്യേകത ഏർപ്പാടായി ആരംഭിച്ചു. അങ്ങനെ ഒരിക്കൽ കടത്തിന്മേൽ കടമായ ഒരു ഘട്ടത്തിൽ ഒരു കടക്കാരൻ മോഹൻ വിജയനെ തേടി വീട്ടിലേക്കെത്തി. ഒരു മര്യാദയുമില്ലാതെ വീടിനകത്തേക്ക് തള്ളിക്കയറാൻ ആരംഭിച്ചു. അപ്പോൾ ആനി ഞെട്ടി അയ്യോ എന്ന് വിളിച്ചു പറഞ്ഞു. അകത്തോട്ട് കയറല്, ഇറങ്ങിപ്പോ എന്ന് അവൾ കരഞ്ഞു പറഞ്ഞു. ഇല്ലടി, കയറുന്നില്ല, അവനെ അങ്ങ് എടുത്തേര്, തൂക്കിയെടുത്ത് കൊണ്ടുപോകാനാ ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് വെറും 13 വയസ്സുകാരൻ സാംസ അവിടെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും മുഷിഞ്ഞ മണം പേടിച്ച ആനി വിറച്ചു തീർക്കുകയായിരുന്നു. ഒടുവിൽ സാംസ അമ്മയ്ക്ക് മുന്നിൽ കയറി നിന്നു. അച്ഛൻ ഇവിടെ ഇല്ല ചേട്ടാ, ചേട്ടൻ പോ. ഗതികേടുണ്ടായപ്പോൾ ആളുകളുടെ മുഖത്ത് പോലും നോക്കാതെ നടക്കുന്ന കുട്ടി അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുമല്ലോ, ഒരു ഗതികെട്ട സമയത്ത് ആരും അങ്ങനെ പറയുമല്ലോ. നീയല്ലടാ പരട്ട ചെറുക്ക വീട്ടിൽ വന്ന് കാശ് ചോദിച്ച് പിച്ചക്കാരനെ പോലെ നിന്നത്, മാറടാ, അവനെ ഇന്ന് ഞാൻ തൂക്കിയെടുത്ത് മുറ്റത്തൂടെ കൊണ്ടുപോകും എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ സാംസ പറഞ്ഞു, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ചേട്ടാ, ഞങ്ങൾ തനിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കൂടുതൽ രോഷാകുലനായി, മുന്നിൽ നിന്ന് മാറടാ പോപ്പേ. അയാൾ വന്ന് ഊക്കിൽ കൈയെടുത്ത് സാംസയുടെ മുഖത്ത് ഒരൊറ്റ അടി. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ്. അച്ഛൻ്റെ കടത്തിൻ്റെ പേരിൽ ആ മുഖത്തേറ്റ അടിയുമായി അയാൾ നിന്നു. മോഹനൻ അയാളെ അടിച്ചതിൻ്റെ പാട് അവിടെ ശേഷിച്ചു. സാംസ തെറിച്ചൊരു വശത്തേക്ക് വീണു. കയ്യിൽ പിടിച്ച പുസ്തകങ്ങളിൽ ദുർബലമായി പുറഞ്ചട്ട ഒട്ടിച്ച ഒരെണ്ണം കുത്തുവിട്ട് മുറ്റത്തേക്ക് ചിതറി. അത് കുട്ടികൾക്കുള്ള ധാരാളം ചിത്രങ്ങളുള്ള ഒരു പുസ്തകമായിരുന്നു. അവൻ്റെ ബാല്യം ഈ നിമിഷമാണ് തീർന്നു പോയത്. സാംസയുടെ വേദന, അയാൾ അകപ്പെട്ട അപമാനത്തിൻ്റെ ഭാരം, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. സാംസയുടെ കഥ ഞാൻ പറഞ്ഞത് വെറുതെയല്ല. എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിലെ സാംസയെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സാംസ വല്ലാത്തൊരു നോവാണ്. അത് മനുഷ്യജന്മത്തിൻ്റെ അകാരണമായ ഏകാന്തതയുടെ കരപിടിക്കാത്ത ജീവിതയാത്രകൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ അനിവാര്യമായ ചില തിരിച്ചടികളുടെ, കയറാൻ പിന്നെയും നടത്തുന്ന ശ്രമങ്ങളുടെ, നിരന്തരമായ പ്രതിസന്ധികളിലും സ്വപ്നം കണ്ട് മറികടക്കാൻ ശ്രമിക്കുന്ന നിസ്സഹായനായ മനുഷ്യൻ്റെ ഒക്കെ നോവാണ്.